നമസ്കാരം. മനുഷ്യന്റെ ജീവിത ദുരന്തങ്ങളെ വിറ്റ് കാശാക്കുന്ന രാഷ്ട്രീയ ദുരന്തങ്ങൾ, അതാണ് പുനർജനി തട്ടിപ്പിന്റെ ചില വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ പറയാൻ പറ്റുന്ന വാചകം. കേരളത്തിൽ ഇതുപോലത്തെ മറ്റൊരു വ്യക്തിത്വമുണ്ട്, ഫിറോസ് കുന്നുംപറമ്പിൽ. ഫിറോസ് കുന്നുംപറമ്പിൽ എന്ന നന്മമരം എങ്ങനെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ മേഖലയിൽ അടയാളപ്പെടുത്തിയത്, അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണ്? മനുഷ്യന്റെ ജീവിത ദുരന്തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അതിന്റെ പിന്നിൽ ബ്ലാക്ക് മണി കച്ചവടം ആണല്ലോ അല്ലേ? അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനം എന്താണ്? നന്മമരം ചമഞ്ഞ് ഏതെങ്കിലും ദുരിതാവസ്ഥയിൽ പെട്ടുപോകുന്ന അല്ലെങ്കിൽ ജീവിത ദുരന്തങ്ങളിൽ പെട്ടുപോകുന്നവരെ എടുത്ത് മുന്നിൽ നിർത്തും. അദ്ദേഹം എല്ലാവർക്കും വേണ്ടി വീഡിയോ ചെയ്യില്ല, ചിലർക്ക് വേണ്ടി മാത്രമേ വീഡിയോ ചെയ്യത്തുള്ളൂ. അങ്ങനെ വീഡിയോ ചെയ്യുന്നവരുടെ അക്കൗണ്ടിലേക്ക് പൊടുന്നനെ കോടികൾ വന്നങ്ങ് മറിയുകയാണ്. ഇത് നിങ്ങളെ കൊണ്ട് പറ്റൂ എന്നായിരിക്കും പ്രസക്തമായ ചോദ്യം. അയ്യോ, നമ്മളെ കൊണ്ടൊന്നും ഇത് പറ്റില്ലേ? എന്താണ് ആ അത്ഭുത വിദ്യ, ആ ജാലക വിദ്യ എന്ന് നമുക്കറിയത്തില്ല, ഞാൻ വിചാരിച്ചാൽ അത് നടക്കില്ല. പക്ഷെ അങ്ങനെയെങ്കിൽ ഈ നാട്ടിലെ എല്ലാ ദുരിതബാധിതരെയും അതുപോലെ പോയി സഹായിക്കാൻ ഫിറോസ് കുന്നുംപറമ്പിൽ തയ്യാറാണോ? അല്ല. ചില കേസുകളിൽ മാത്രമേ അദ്ദേഹം പ്രത്യക്ഷപ്പെടുത്തുള്ളൂ. അതിന് പിന്നിൽ ചില താല്പര്യങ്ങളുണ്ട് എന്ന് അവിടെ തന്നെ വ്യക്തമാണ്. അതേ തന്ത്രമാണ് സതീശനും അമീറും കൂടി ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത്. ആ പദ്ധതി പ്രകാരവും അവരുടെ മുന്നിൽ നിർത്തിയത് പ്രളയമായിരുന്നു. ആ പ്രളയത്തിന്റെ മറപിടിച്ചിരുന്നു കൊണ്ട് അവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഈ ദുരന്തത്തെ വിറ്റ് പണമുണ്ടാക്കിയ ദുരന്തന്മാരാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ ഫിറോസ് കുന്നുംപറമ്പിലെ പോലുള്ളവർ എന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും വിജിലൻസ് കണ്ടെത്തലുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്, ഒന്ന് കേട്ടെ. മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ്. പുനർജനി പദ്ധതി അന്വേഷണത്തിൽ വിജിലൻസ് റിപ്പോർട്ടിലെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരികയാണ്. പുനർജനിക്കായി മാത്രം മണപ്പാട്ട് ഫൗണ്ടേഷൻ ബാങ്ക് അക്കൌണ്ട് തുടങ്ങി. വിദേശത്ത് നിന്ന് പിരിച്ച പണം വന്നത് ഈ അക്കൌണ്ടിലേക്കാണെന്നും വിജിലൻസിന്റെ കണ്ടെത്തൽ. യുകെയിൽ നിന്ന് പണം അയച്ചത് മിഡ്ലാൻഡ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റ് എന്ന എൻജിഒയുടെ അക്കൌണ്ടിലൂടെ. പണം കൈമാറാൻ മണപ്പാട്ട് ഫൗണ്ടേഷനുമായി ഈ സംഘടന MOU ഒപ്പിട്ടില്ല എന്നും കണ്ടെത്തലുണ്ട്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, ഈ പുനർജനിയുമായി ബന്ധപ്പെട്ട് ആ റിപ്പോർട്ടിൽ വിജിലൻസ് വ്യക്തമാക്കുന്നത് ഈ പുനർജനി പദ്ധതിയുടെ ഫണ്ട് സ്വരൂപണത്തിനായി വി.ഡി. സതീശൻ യുകെയിലേക്ക് പോയത് സംബന്ധിച്ച് ചില സംശയങ്ങളും അനുമാനങ്ങളുമാണ് വിജിലൻസ് ഈ റിപ്പോർട്ടിൽ നടത്തുന്നത്. അതിൽ മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദും വി.ഡി. സതീശനും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ടെന്നും ആ യുകെ യാത്രയ്ക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നുമാണ് വിജിലൻസ് അനുമാനിക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് വി.ഡി. സതീശൻ യുകെയിലേക്ക് പോയത് ഒമാൻ എയർവേസിന്റെ കോംപ്ലിമെന്ററി ടിക്കറ്റിലാണ്. ആ ടിക്കറ്റ് തരപ്പെടുത്തി കൊടുത്തത് ഈ മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദാണ്. മാത്രമല്ല ടിക്കറ്റിന്റെ ടിക്കറ്റിന്റെ ടാക്സ് അടച്ചിരിക്കുന്നതും മണപ്പാട്ട് ഫൗണ്ടേഷനാണ് എന്നുള്ളതാണ്. അതിനുശേഷം യുകെയിലെ വി.ഡി. സതീശന്റെ താമസ സൗകര്യം അടക്കം താനാണ് തയ്യാറാക്കി കൊടുത്തത് എന്ന് മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദ് മൊഴി നൽകിയതായും വിജിലൻസ് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒമാൻ എയർവേസിലേക്ക് സതീശന് കോംപ്ലിമെന്ററി ടിക്കറ്റ് കൊടുത്ത് ഇവിടെ നിന്ന് കയറ്റി വിടുകയാണ്. അപ്പോ പ്രളയമുണ്ടായ ഉടനെ യുകെയിൽ സംവിധാനം ഉണ്ടാക്കുന്നു. അതിനെ ഒരു രാഷ്ട്രീയക്കാരനെ മുന്നിൽ നിർത്തി പ്രസന്റ് ചെയ്ത് ആൾക്കാരുടെ പണം ഉടനടി അക്കൗണ്ടിലേക്ക് വരുത്താൻ വേണ്ടി FCRI പണം എത്തിക്കാൻ ഈ നാട്ടിൽ ശേഷിയുള്ള ഒരു വ്യക്തി പ്രത്യേക അക്കൗണ്ട് തുടങ്ങുന്നു. അതിലേക്ക് പണം വരുത്തിക്കുകയാണ്. ആ പണം ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവിടുത്തെ ഒരു NGOയുമായിട്ട് ഒരു MOU പോലും സൈൻ ചെയ്തിട്ടില്ല. വിജിലൻസ് കണ്ടെത്തലാണ്, നമ്മളാരും പറയുന്നതല്ലേ. അങ്ങനെയുള്ള ഒരു കണ്ടെത്തൽ നടത്തുമ്പോൾ ഇങ്ങനെ സാധാരണക്കാരനെ സഹായിക്കാൻ വേണ്ടിയാണെന്നുള്ള ഒരു ആ മറയുടെ പുറകിൽ നടന്നിരിക്കുന്ന സാമ്പത്തിക ഇടപാട് ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഈ പണം ആർക്കൊക്കെ കൊടുത്തു, ആരൊക്കെയാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ, അവർക്ക് എന്തായിട്ടാണ് ഇത് വിതരണം ചെയ്തത്. ഇപ്പോൾ ചില തട്ടിക്കൂട്ട് വീഡിയോകളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷെ അതൊന്നും സതീശൻ അമീർ കൂട്ടുകെട്ടിന്റെ അക്കൗണ്ടിലേക്ക് വന്ന പണത്തിൽ ചെയ്തിരിക്കുന്ന സഹായമല്ല എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ്. അതിനെല്ലാം വേറെ സ്പോൺസറെ കണ്ടെത്തി അണ്ടർഗ്രൗണ്ടിലൂടെ കമ്മീഷൻ അടിച്ചതാണെന്നുള്ള കാര്യവും കൃത്യമായി ബോധ്യപ്പെടുകയാണ്. എന്തായാലും സ്വയം പുനർജനി എന്നൊരു സംഘടന ഉണ്ടാക്കി പോക്കറ്റിൽ നിന്നല്ല നാട്ടുകാരുടെ പണം പിരിച്ചത് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ നിന്ന് സതീശൻ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നു. പ്രളയത്തിന്റെ പേരിൽ യുകെയിൽ പോയി അദ്ദേഹം പണം പിരിച്ചതിന് ശേഷം അദ്ദേഹം അങ്ങോട്ട് പോയത് അവിടുത്തെ അദ്ദേഹത്തിന്റെ താമസം മുഴുവൻ അക്കോമഡേഷൻ എല്ലാം സ്പോൺസർ ചെയ്തത് ഈ പറയുന്ന അമീറാണ്. നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഇതെല്ലാം തന്റെ ആവശ്യപ്രകാരമാണ് അമീറിന്റെ കൺസൾട്ടൻസി ചെയ്തു തന്നിട്ടുണ്ടാവുമെങ്കിൽ അങ്ങോട്ടേക്കല്ലേ സതീശൻ സേവനങ്ങൾ കൊടുക്കേണ്ടത്? പക്ഷേ സതീശന്റെ ഫുൾ സ്പോൺസർഷിപ്പ് ഇവർ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തെ അവിടെ അയക്കുന്നു. അവിടെ അയച്ചുകൊണ്ട് അവിടുത്തെ വിദേശ മലയാളികൾക്കിടയിലെല്ലാം പോയി അദ്ദേഹം 500 പൗണ്ട് തരൂ എന്ന രീതിയിൽ ഈ പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണീരിനെ അവരുടെ മുന്നിൽ വെച്ച് കച്ചവടം നടത്തി പണം പിരിച്ചതിന് ശേഷം ആ പണം ഏതൊക്കെ ഗുണഭോക്താക്കൾക്ക് നിങ്ങൾ വിതരണം ചെയ്തു ആ തെളിവങ്ങ് പുറത്തുവിടുന്നേ, കാര്യം കഴിഞ്ഞില്ലേ? ഈ കിടന്ന്
വർത്തമാനം പറയേണ്ടയോ സംസാരിക്കേണ്ടയോ ഏത് കാര്യവുമില്ല. അവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഫിറോസ് കുന്നംപറമ്പിൽ എങ്ങനെയാണോ ചില ദുരിതബാധിതരെ മുന്നിൽ നിർത്തി അതിന്റെ പിന്നിലൂടെ വെറും ഡ്രൈവറായിരുന്ന ഒരു വ്യക്തി കണ്ണടച്ചു തുറക്കും മുന്നേ കോടാനുകോടി രൂപ സമ്പാദിച്ചത്, അതേ മാതൃകയിലാണ് ലാംബി സ്കൂട്ടറിൽ മണി ചെയിൻകാരനായിട്ട് നടന്ന സതീശൻ 5 ടേൺ MLA ആയതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ കോടാനുകോടി സമ്പത്തും അദ്ദേഹം ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ആഡംബര ഭവനവും അദ്ദേഹത്തിന്റെ ആഡംബര ജീവിതവുമെല്ലാം എങ്ങനെ ഉണ്ടായി? ഒരു MLA എന്ന വേതനം പറ്റി ഉണ്ടായതല്ല. പ്രളയത്തിന്റെ പിന്നിൽ നടന്ന കോടികളുടെ കച്ചവടം അദ്ദേഹത്തിന്റെ സാമ്പത്തികത്തിൽ നിഴലിക്കുന്നുണ്ട്. അതിൽ നിന്ന് 10 പൈസ എടുത്ത് ഈ നാട്ടിലെ ഒരു സാധാരണക്കാരനെയും അയാൾ സഹായിക്കാറില്ല. സ്വന്തം പോക്കറ്റിൽ വന്ന പണങ്ങളെല്ലാം സുരക്ഷിതമായി വെച്ചിട്ട് ഇപ്പോഴും മറ്റ് ആൾക്കാരെ കണ്ടെത്തി സ്പോൺസർമാരെന്ന പേരിൽ സഹായിക്കുന്ന ആ ഗിമ്മിക് തന്ത്രമുണ്ടല്ലോ, അതാണ് നാട്ടുകാർ മനസ്സിലാക്കേണ്ടത്.